ഇന്ന് നമുക്ക് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. 1 കൊരിന്ത്യർ കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് 2 കൊരിന്ത്യർ ആരംഭിക്കാം. പ്രാർത്ഥന നടത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലെ ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധാരാളം ശ്രോതാക്കൾ കർത്താവ് ഇതിൽ വരണമേ. അടിയൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് വന്ന് സംസാരിക്കാനുള്ള വാക്കുകൾ, ആശയങ്ങൾ, നിൻ്റെ വചനങ്ങൾ തന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പൂർണ്ണമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ശ്രോതാക്കളിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണമേ. മാറ്റങ്ങൾ വരുത്തണമേ, രൂപാന്തരീകരണം വരുത്തണമേ. പൂർണ്ണ വിശ്വാസത്തിൽ ക്രിസ്തു എൻ്റെ രക്ഷകൻ എന്നുള്ള വിശ്വാസത്തിലേക്ക് പരിപൂർണമായി കടന്നു വരുവാൻ, നിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. 2-ാം ലേഖനമാണ് നമ്മൾ വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. എൻ്റെ ആരംഭമൊന്ന് ഞാൻ വായിക്കാം. ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരൻ തീമോഥെയോസും കൊറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്കും അക്കായിയായിലുള്ള എല്ലാ വിശുദ്ധർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഒരു ആമുഖമായി പറഞ്ഞാൽ കൊരിന്ത്യർക്ക് 2 ലേഖനങ്ങൾ എഴുതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AD 57 ആദ്യ ഭാഗത്ത് 1-ാം ലേഖനവും 57 അവസാനം 2-ാം ലേഖനവും എഴുതി എന്നാണ് കണക്കാക്കുന്നത്. ആ 2 ലേഖനങ്ങളാണ് 1 ലേഖനം 2-ാം ലേഖനമെന്ന് ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ വേറെ 2 ലേഖനങ്ങൾ കൂടി എഴുതിയിട്ടുണ്ടോ കൊറിന്തോസുകാർക്ക് എന്നൊരു സംശയം ചിലരിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചില സൂചനകൾ അവർ പറയാറുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ ഈ 2 ലേഖനങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്നത്. മറ്റതിൻ്റെ സൂചന കൊടുക്കുന്നത് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാം വാക്യത്തിലും വേറെ ഒരു ദുഃഖപൂർണമായ ലേഖനം എഴുതി എന്നൊക്കെയുള്ള വാചകമുണ്ട്. അതുകൊണ്ടൊരു സംശയം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ ഈ 2-ാം ലേഖനത്തിൻ്റെ ഏതെങ്കിലും ഭാഗമാണോ ആ ലേഖനം എന്നും സംശയമുണ്ട്. ഇനി നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും. ഇവിടെ അത് അങ്ങനെ എടുത്തു പറയാൻ കാരണം, പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് കൊറിന്തിലെ ആൾക്കാർക്ക് ഒരു എതിർപ്പും സംശയം എന്ന് വേണേൽ പറയാം, എതിർപ്പൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പഠിപ്പീരുകൾ തന്നെ ചിലർ സംശയിക്കാൻ തുടങ്ങി. ആദ്യത്തെ ലേഖനം നമുക്കറിയാമല്ലോ, 3-4 വിഭാഗങ്ങൾ ആൾക്കാരായി തീർന്നു. അപ്പം ഇങ്ങനെ പൗലോസിനോടുള്ളൊരു എതിർപ്പ് ഉള്ളതുകൊണ്ട് അതിനൊരു മറുപടി ആയിട്ടൂടാണ് പൗലോസ് 2-ാം ലേഖനം എഴുതുന്നത്. അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് അവർക്കൊരു സംശയവും എതിർപ്പും ഉണ്ടായിരുന്നു. അപ്പം അത് ആദ്യം പറയണം. പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനാണോ? 12 പേര് കൂടാതെ അതിൽ യൂദ അങ്ങ് പോയല്ലോ. പിന്നെ ഏതാനും പേരെ അപ്പോസ്തല സ്ഥാനത്തിൽ ആ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബാർണബാസ് അപ്പോസ്തലൻ എന്നറിയുന്നത്, പൗലോസിനെ അപ്പോസ്തലൻ എന്നറിയുന്നത്. അപ്പോൾ ചിലർക്ക് ഈ സംശയം ഉള്ളത് കൊണ്ട് പൗലോസ് തീർത്ത് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ തിരുമനസ്സിനാൽ അപ്പോസ്തലനായതാണ്. യൂദായ്ക്ക് പകരം ഒരാളെ തിരഞ്ഞെടുത്തെങ്കിലും കർത്താവിൻ്റെ പൂർണ്ണമായ തീരുമാനം എന്തായിരുന്നു എന്ന് സംശയിക്കാൻ പലരും സംശയിക്കുന്നുമുണ്ട്. ആ സ്ഥാനത്ത് പൗലോസാണോ അതിൻ്റെ യഥാർത്ഥത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഏതായാലും പൗലോസ് പറയുന്നു, ഞാൻ അപ്പോസ്തലനായത് യേശുക്രിസ്തുവിൻ്റെ തിരുമനസ്സിനാൽ ആണ്. ജെറമിയ അങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാരെ ദൈവം നേരത്തെ വിളിച്ച് ചേർത്തതുപോലെ എന്നെയും വിളിച്ച് ഈ സ്ഥാനത്തേക്കാക്കി എന്നുള്ള ആശയങ്ങൾ പൗലോസ് പറയാറുണ്ട്.
പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെയും യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ്, ഈ അപ്പസ്തോല സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് പൗലോസ് എന്ന് ലേഖനങ്ങളുടെ എല്ലാം മിക്കവാറും എല്ലാം ആരംഭത്തിൽ പൗലോസ് കുറിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വിജാതിയരുടെ ഭാഗത്തേക്ക് നിയോഗിക്കപ്പെട്ടവനാണല്ലോ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വഹിച്ചുകൊണ്ട് പോകാനുള്ള യാനപാത്രമായിട്ട് ഉയർത്തപ്പെട്ടവനാണല്ലോ. അപ്പോൾ ആരും ഈ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് സംശയിക്കേണ്ട എന്നാണ് തുടക്കത്തിൽ തന്നെ പൗലോസ് പറയുന്നത്. പൗലോസ് വേറൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ 2 കൊരിന്ത്യരുടെ 11 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, ഞാൻ മറ്റ് അപ്പസ്തോല പ്രമാണികളെക്കാട്ടിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പസ്തോല പ്രമാണികൾ എന്ന് അവിടെ സൂചിപ്പിക്കുന്നത് പത്രോസ് യേശു മറ്റൊരു ശിഷ്യന്മാരെയൊക്കെ പ്രാർത്ഥനാമൂലം വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്നും തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ഒരു നേതൃസ്ഥാനം പത്രോസിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രമാണി എന്ന് പത്രോസിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. പിന്നെ അപ്പസ്തോല പ്രമാണി എന്ന് ഉദ്ദേശിക്കുന്നത് യാക്കോബിനെയാണ്. ജെറുസലേമിൽ അവിടുത്തെ ബിഷപ്പായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അധികാരിയായിട്ട് യാക്കോബാണ്. ആദ്യത്തെ സുന്നതോസ് കൂടിയപ്പോൾ അവസാനത്തെ കൺക്ലൂഡിങ് വാചകം പറഞ്ഞിരിക്കുന്നത് യാക്കോബ് അപ്പസ്തോലനാണ്. അതുകൊണ്ട് അവരെയൊക്കെ പ്രമാണികൾ. പിന്നെ യോഹന്നാനെക്കുറിച്ച് ഈ പ്രമാണികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ അവരെക്കാട്ടിൽ ഒട്ടും കുറഞ്ഞവനല്ല. പത്രോസിനോട് നേരെ എതിർത്ത് മുഖം നോക്കി വിശ്വാസ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് എതിർത്തവനാണ് പൗലോസ്. പരിച്ഛേദനത്തെക്കുറിച്ചുള്ള ആശയങ്ങളിലൊക്കെ പൗലോസ് എന്തെല്ലാം പഠിപ്പിച്ചു, പത്രോസിനോട് എതിർക്കേണ്ടി വന്നു, നേരെ മുഖത്ത് നോക്കി. അപ്പോൾ ഞാൻ കുറഞ്ഞവനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്നിട്ടിവിടെ തിമോത്തിയോസിൻ്റെ പേരോടുണ്ടല്ലോ. തിമോത്തിയോസ് പൗലോസിൻ്റെ കൂടെ നടന്ന് പ്രവർത്തിച്ച ആളാണ്. ആദ്യം മുതലേ നല്ല വിശ്വസ്തനായിട്ട് പ്രവർത്തിച്ചു. സഹോദരൻ എന്നാണ് പൗലോസ് പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കുന്നത്. അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള അർത്ഥം. പിന്നെ അക്കായിയ എന്നൊരു വാക്കുണ്ട്. അത് ഇന്നത്തെ ഗ്രീസിൻ്റെ ഭാഗങ്ങളാണ്. അക്കായിയ എന്നാണ് അന്നത്തെ പേര്. കോറിന്തോസ് എന്ന് പറയുന്ന സഭയ്ക്കാണല്ലോ എഴുതുന്നത്. കോറിന്തോസ് അക്കായിയ പ്രദേശത്തുള്ളതാണ്. അതിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ ആ പ്രദേശത്ത് കോറിന്തോസ് സഭയ്ക്ക് അവരെ അഡ്രസ്സ് ചെയ്ത് എഴുതുകയാണ്. അടുത്തതായിട്ട് പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ വാഴ്ത്തുകയാണ്. ദൈവത്തെ വാഴ്ത്തിയിട്ടാണ് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. വാഴ്ത്തിയിട്ടാണ് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു കത്തെഴുതുകയാണല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ ഒരു ആരംഭത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം ചെയ്തുകൊണ്ട്, വാഴ്ത്തിക്കൊണ്ട് അത് ആരംഭിക്കുക എന്നുള്ളൊരു സ്വഭാവം. അങ്ങനെയാണ് പൗലോസ് ചെയ്തത്. അങ്ങനെ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, കൃപയും സമാധാനവും. ഇത് ഈ 2 വാക്ക് പൗലോസ് തൻ്റെ തുടക്കത്തിൽ എഴുതുന്ന 2 വാക്കുകളാണ്. വെറുതെ എഴുതുകയല്ല, നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്. രണ്ടാമത്തെ വാക്ക് സമാധാനം. ദൈവം കർത്താവായ യേശുക്രിസ്തു നമുക്ക് ആശംസിക്കുന്നതൊക്കെ ഈ സമാധാനമാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമുക്കിന്ന് ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സമാധാനമാണ്. പക്ഷേങ്കിൽ സമാധാനമാണ് ഇപ്പം ലഭ്യമല്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാര്യം. യുദ്ധങ്ങളും വഴക്കുകളും ബഹളങ്ങളും തന്നെ. അപ്പോൾ അതൊക്കെ മാറി കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ വരണം. രണ്ടാമത് കൃപയെക്കുറിച്ച് പറഞ്ഞാൽ, കൃപയാണല്ലോ നമ്മുടെ എല്ലാ ആയിരിപ്പിൻ്റെ, അസ്തിത്വത്തിൻ്റെ ആ കാരണം. നമ്മൾ ഈ അവസ്ഥയിലായിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഈ നിലയിൽ ഇരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപയാണ്.
നാം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് കൃപയും സമാധാനവും പൗലോസ് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങുന്നത്. 2-ാം വാക്യം അല്ല 3-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. പിതാവായ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവം. നമ്മൾ സാധാരണ പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, യേശുക്രിസ്തുവിൻ്റെ പിതാവ്, എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു പറഞ്ഞില്ലേ. അപ്പോൾ പിതാവെന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവമെന്നാണ്. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവമെന്ന് പറയാൻ കാരണം, നമ്മളെ തൃത്വത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളിനെക്കാട്ടിൽ ശ്രേഷ്ഠനാണ്, പരമോന്നതനാണ് എന്ന് വിചാരിക്കരുത്. ദൈവം ഒന്നേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവമെന്ന് പറയാൻ കാരണം, യേശുക്രിസ്തു പരിപൂർണമായും മനുഷ്യനായി തീർന്നു. മനുഷ്യ സ്വഭാവത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മളെപ്പോലെ ഉള്ള പരിശോധനകൾ, പീഡനങ്ങൾ, കഷ്ടതകൾ എല്ലാം സഹിച്ചു. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ചു. ഒരു സാധാരണ മനുഷ്യനായി കണ്ടു. നമ്മൾ കാണുന്നത് ഒരു മനുഷ്യനായിട്ട്. ആൾക്കാർ വിചാരിച്ചു ജോസഫിൻ്റെ പുത്രൻ, അല്ലെ മേരിയുടെ പുത്രൻ, നസ്രത്തുകാരൻ, ഒരു തച്ചൻ അല്ലെങ്കിൽ തച്ചൻ്റെ മകൻ, ഇങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. സമറിയാക്കാരനല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കുകയും ചെയ്തു. ഒരു സാധാരണ മനുഷ്യനായി യേശു ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ ഒരു മനുഷ്യ സ്വഭാവം പരിപൂർണമായും യേശുവിനുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴാണ് പിതാവായ ദൈവത്തെ യേശുവിൻ്റെ ദൈവം എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല സ്ഥാനം കൊണ്ട് ഉയർന്നു എന്നുള്ളതൊന്നുമല്ല. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശു പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ദൈവം എന്ന് പറയുന്നത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ യേശു പിതാവായ ദൈവത്തെ നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കരുണയുടെ പിതാവ്, സകല സമാശ്വാസത്തിൻ്റെയും ദൈവം. ദൈവം കരുണയുള്ളവനാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനൊന്നും ഇരിക്കത്തില്ലല്ലോ. സമാശ്വാസത്തിൻ്റെ ദൈവമാണ്. ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദുഃഖത്തിലും കഷ്ടത്തിലും കിടന്ന് വിഷമിക്കണമെന്നല്ല, ആശ്വാസം പകരണം. അതുകൊണ്ട് ദൈവം ആശ്വാസത്തിൻ്റെ ദൈവമാണ്, സമാശ്വാസത്തിൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 4 മുതൽ ഉള്ള വാക്യങ്ങൾ, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. നമ്മൾ നേരത്തെയുള്ള വാചകത്തിൽ പറഞ്ഞു, ദൈവം ആശ്വാസം തരുന്നവനാണ്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഈ ആശ്വസിപ്പിക്കുന്നതിന് 2 ഉദ്ദേശങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. ഞങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. ലോകത്തിൽ ധാരാളം വ്യഥകളാണല്ലോ മനുഷ്യർക്ക്, ഓരോരോ തരത്തിലുള്ള വ്യഥകൾ. അങ്ങനെ ഓരോ വ്യഥകൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകണം. അതുകൊണ്ട് ദൈവം ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കും. ആ ദൈവം ഞങ്ങൾക്ക് തരുന്ന ആശ്വാസം മൂലം ഞങ്ങളൊന്ന് ശക്തി പ്രാപിച്ച് മറ്റുള്ളവരെ, വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകും. ഇത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കണം. ഞങ്ങൾ ആശ്വാസം പ്രാപിക്കുന്നല്ലോ, ആ ആശ്വാസത്തിൽ ഒരു തുല്യത വരണം. ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ അവരും ആശ്വാസത്തിൽ
ഞങ്ങളെപ്പോലെ ആശ്വാസമുള്ളവരായി തീരണം. ഈ 2 ഉദ്ദേശങ്ങളാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിൽ നിന്ന് ഉള്ളത് എന്ന ചുരുക്കം. അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ സമാശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ക്രിസ്തുവിൻ്റെ പീഡകളിൽ ഞങ്ങൾ പങ്കുചേരുന്നു, അതുപോലെ ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. ഇവിടെ കഷ്ടത എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. ആ കഷ്ടത എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിളിപ്സിസ് എന്നാണ്. തിളിപ്സിസ് അതിൻ്റെ അർത്ഥം മരണവേദന ഉളവാക്കുന്ന അത്ര വലിയ കഷ്ടതകളെന്ന്. പൗലോസിന് വലിയ കഷ്ടതകൾ തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഉണ്ടായി. ആസ്യായിലും ഉണ്ടായിട്ടുണ്ട്. ആസ്യായിൽ വെച്ചുണ്ടായ ആ പ്രത്യേക കഷ്ടത എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സുവിശേഷത്തിൻ്റെ വേലകളിൽ ധാരാളമായ കഷ്ടതകൾ പൗലോസിന് സംഭവിച്ചിട്ടുണ്ട്. മരണവേദന അനുഭവിക്കുന്ന കഷ്ടതകൾ എന്നുള്ള വാക്കാണ് തളിപ്സിസ് എന്ന് പറയുന്നത്. അതുണ്ടായി. അപ്പോൾ അതൊക്കെ സഹിച്ച് നിൽക്കാനുമുള്ള ഒരു ശക്തി കിട്ടി. കഷ്ടതകളുണ്ടായി, ആ കഷ്ടതകൾ സഹിച്ച് നിൽക്കാൻ ഉള്ള ശക്തി കിട്ടി. സഹനം എന്നുള്ള അവിടെ വാക്കിന് ഗൂപ്പോമോൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൂപ്പോമോൺ എന്ന് പറയുമ്പോൾ ആ കഷ്ടത സഹിച്ച് നിൽക്കാനുള്ള ഒരു ശക്തി കൂടെ, ധൈര്യമായി സഹിക്കാനുള്ള ശക്തി കൂടെ. സഹിക്കുക എന്ന് പറയുമ്പോൾ ധൈര്യപൂർവ്വം സഹിക്കുക, പിറുമുറുപ്പ് കൂടാതെ ഞാനത് സഹിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടി സഹിക്കാനുള്ള ആ കഴിവ്, അത് പൗലോസിന് ലഭിച്ചു എന്ന് അർത്ഥം. 8-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. പർട്ടിക്കുലറായിട്ട് ഏത് കഷ്ടതയാണെന്ന് പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ വേദനകൾ, കഷ്ടതകൾ അത്രമാത്രം ഭയങ്കരമായിരുന്നു എന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. 9 മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. മരണശിക്ഷയ്ക്ക് വരെ ഞങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. മരണശിക്ഷ എന്നുള്ളതിന് അപ്പോക്രിമ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഔദ്യോഗികമായി ഒരു വിധി പ്രഖ്യാപനമെന്നാണ്. അപ്പോൾ എന്തെങ്കിലും കോടതി കയറാനും വിധി വരാനും ഒക്കെ എന്തോ ഇടയായിട്ടുണ്ട് എന്ന് ചുരുക്കം. മരണശിക്ഷ വരെ ലഭിക്കത്തക്കവണ്ണം അത്രമായ ഒരു പ്രശ്നം ഏഷ്യയിൽ വെച്ച് പൗലോസിന് ഉണ്ടായി എന്നർത്ഥം. പക്ഷേ കഷ്ടത സഹിക്കുന്നത് നമുക്ക് ഒരു പ്രയോജനം ചെയ്യും. അത് റോമാലേഖനം 8:17 പൗലോസ് ഇങ്ങനെ എഴുതുന്നു: നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണ് നാം ഇപ്പോൾ പീഡ അനുഭവിക്കുന്നത്? ഒരിക്കൽ അവനോടുകൂടി മഹത്വപ്പെടാൻ വേണ്ടിയാണ്. മക്കളുടെ കാര്യമാണ് പറയുന്നത്. മക്കളായതുകൊണ്ട് അവകാശികളുമാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്, അതെല്ലാം ശരി. പക്ഷെ നമ്മളിപ്പോൾ പീഡ സഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്കിപ്പം പീഡകൾ തരുന്നത്? അവനോടുകൂടി ഒരിക്കൽ നമ്മൾ മഹത്വപ്പെടുന്നതിന് വേണ്ടി. പീഡാസഹനങ്ങൾ എല്ലാ മനുഷ്യർക്കും വരും. ആൾക്കാരങ്ങ് വിഷമിക്കുകയാണ്, ഇത്രയും പീഡ ദൈവം എനിക്കെന്തിനാ തന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നു. ഓർക്കണം, ക്രിസ്തുവിനോടുകൂടി നമ്മൾ പീഡാനുഭവം നടത്തുവാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുണ്ട്. ക്രിസ്തുവിനോടുകൂടി നമ്മൾ മഹത്വപ്പെടും. റോമർ 8:17 പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വലിയ കഷ്ടതയിൽ കൂടി പൗലോസ് കടന്നുപോയി. 9-ാം വാക്യം ഞാൻ വായിക്കാം. 9-ാം വാക്യമാണ്: മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ
മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പീഡകൾ തന്നതിൻ്റെ അർത്ഥം ഞങ്ങളിൽ തന്നെ ആശ്രയിക്കരുത്. അപ്പോൾ ശരിയായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പീഡകൾ വരുമ്പോൾ അറിയാതാണെങ്കിലും നമ്മളെല്ലാവരും എൻ്റെ ദൈവമേ എന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കുവാൻ ഈ പീഡകൾ സഹായകമാകുന്നു. ചിലപ്പം വേറെ വിധത്തിൽ സംഭവിച്ചേക്കാം, എങ്കിലും വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് പീഡകളുണ്ടാകുമ്പോൾ അത് എൻ്റെ കർത്താവ് പീഡ സഹിച്ചല്ലോ, ക്രിസ്തുവിനോടുകൂടി ഞാൻ പീഡ സഹിക്കുന്നു എന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്കുപറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ആശ്രയബോധമുണ്ടാകും. കർത്താവേ, രോഗം തന്നു എന്തുകൊണ്ടാണ്? കർത്താവേന്ന് വിളിക്കാൻ, അവനിൽ ആശ്രയിക്കാൻ ഒരു അവസരം ദൈവം ഉണ്ടാക്കി തന്നു എന്ന് നമ്മളങ്ങ് വിശ്വസിച്ച് അങ്ങനെ എടുത്താൽ മതി. നമുക്ക് ആശ്വാസമുണ്ടാകും. നമ്മൾ അവനിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ. മരിച്ചവരെ ഉയർപ്പിക്കുക മരണത്തിന് ശേഷം ഉയർപ്പിക്കുന്ന കാര്യമാണ്. എങ്കിലും ലോകത്തിലെ പല പീഡകളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് വിചാരിക്കാം. കഠിനമായ രോഗം ബാധിച്ച് ഇപ്പോൾ തന്നെ മരിക്കുമെന്നുള്ള അവസ്ഥയിൽ വന്നിട്ട് പോലും പലരെയും കർത്താവ് കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നില്ലേ? അതുകൂടെ നമ്മൾ ഓർക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് പുനരുദ്ധാനത്തിന് ഉണ്ട്, അതിൻ്റെയും ശക്തനായവൻ യേശു കർത്താവ് തന്നെയാണ്. അത് ഒരു കാര്യം നമ്മൾ ഓർത്തോണം. അപ്പം അവനിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനിലോ കുറേ ശക്തിയുള്ള ഒരു വ്യക്തിയിലോ ഒന്നുമല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ ആശ്രയിക്കുന്നത് മരണത്തിൽ നിന്ന്, അല്ലെ മരിച്ചവർക്ക് പുനരുദ്ധാനം നൽകുവാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ അതിവിടെ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. കോറിന്തോസ്കാർക്ക് മറ്റു പലർക്കും അങ്ങനെ ഉണ്ട്, ഈ പുനരുദ്ധാനത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം തീർക്കാൻ ഒന്നാമത്തെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായം മുഴുവനുമായിട്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുക. മരിച്ചവർക്ക് പുനരുദ്ധാനം ഉണ്ടാകുന്നു, ക്രിസ്തു പുനരുദ്ധാനം നടന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, മരിച്ചവരുടെ ശരീരം എപ്രകാരമായിരിക്കും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പൗലോസ് 1 കൊരിന്ത്യർ 15-ൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ആ സംശയമായിരുന്നത് അത് പൗലോസ് വ്യക്തമാക്കി അവരെ പഠിപ്പിച്ചു. ഇവിടെ അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറയുന്നു, മരണത്തിൽ നിന്ന് നമ്മളെ പുനരുദ്ധാനം നൽകുവാൻ കഴിവുള്ളവനായ ഒരു യേശുക്രിസ്തുവിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. കാലിനൊരു വേദന വന്നു, അയ്യോ എന്നെ ദൈവം പീഡിപ്പിച്ചല്ലോ, വിഷമിക്കണ്ട. മരണത്തിൽ നിന്ന് പുനരുദ്ധാനം തരുവാൻ കഴിവുള്ള ശക്തനായ ഒരു കർത്താവിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പിന്നെ കാലയിലൊരു വേദന എന്താണ്? സാരമില്ല, അതൊക്കെ കർത്താവ് മാറ്റിത്തരും. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. 10-ാമത്തെ വാക്യം, അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്നും ഞങ്ങൾക്ക് അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. വലിയ മരണത്തിനോടടുത്ത ഒരു പ്രശ്നത്തിന്മേൽ കർത്താവ് ഇടപെട്ട് രക്ഷിച്ചു എങ്കിൽ നിസ്സാരമായ മറ്റു കാര്യങ്ങളിൽ അവൻ രക്ഷിക്കത്തില്ലേ? ഒരു കാര്യം സൂചിപ്പിക്കുക, പൗലോസിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു, വലിയ മരണശിക്ഷയിൽ നിന്നൊക്കെയും രക്ഷിച്ച അവൻ ഇപ്പോൾ നിസ്സാരമായ കാര്യങ്ങളിൽ രക്ഷിക്കത്തില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പുറമോട്ട് ചിന്തിച്ചാൽ ദൈവം എത്രയോ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. എന്തെല്ലാം കഷ്ടതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രശ്നങ്ങൾക്ക് ഉത്തരവൊക്കെ അരുളിയാണ് ദൈവം നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. ഇപ്പോൾ ഒരു ചെറിയ ഒരു പനി വന്നു, അയ്യോ അതിനങ്ങ് വിഷമിക്കണോ? ഇതിനെക്കാട്ടിൽ എത്രയോ ഗൗരവമുള്ള കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ രക്ഷിച്ചു എങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് രക്ഷിക്കാൻ അവന് കഴിയത്തില്ലേ? അവനിലങ്ങ് ആശ്രയിച്ചാൽ മതി. എല്ലാ കാര്യത്തിലും, ഗൗരവമുള്ളതാണേലും ചെറിയ കാര്യമാണേലും കർത്താവിൽ ആശ്രയിച്ചാൽ എല്ലാം നേരെ കർത്താവ് ആക്കി തീർക്കും. പരിഹാരമുണ്ട് കർത്താവിൻ്റെ കയ്യിൽ. എല്ലാം ശരിയാക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. ആ കർത്താവിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഗൗരവമുള്ളതും ഗൗരവമില്ലാത്തതും നിസ്സാരമെന്ന് പറയുന്നതിലെല്ലാം കർത്താവിൽ അങ്ങ് ആശ്രയിച്ചു കൊണ്ടാൽ മതി എന്ന ചുരുക്കം.
അടുത്ത വാചകം 11-ാം വാചകം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അനേകം ആളുകൾ ഞങ്ങളെ പ്രതി സ്തോത്രമർപ്പിക്കാൻ ഇടയാകട്ടെ. പൗലോസ് ഇവിടെ കൊറിന്ത്യക്കാരോട് ഒരപേക്ഷ, പ്രാർത്ഥിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ന് അർത്ഥം. മറ്റുള്ളവരെ സഹായിക്കണം, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന വഴി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയും. നേരെ ചെന്ന് കണ്ട് സാമ്പത്തികമായോ മറ്റു വിധത്തിലോ സഹായിക്കാൻ കഴിവുള്ളവരത് ചെയ്യണമല്ലോ. ഒന്നും എനിക്കൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞു, വിശ്വാസം ഉണ്ടെങ്കിൽ, കടുകുമണി പോലെയുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അത്തരം വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ, ഈ നിൽക്കുന്ന സിക്കമീൻ മരത്തോട് വേരോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വൃക്ഷം നിങ്ങളെ അനുസരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ നമ്മുടെ ജീവിതത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വൃക്ഷങ്ങൾ കയറി അവിടെയൊക്കെ നിൽക്കും. ആ വൃക്ഷങ്ങൾ മാറ്റിക്കളയാൻ, തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വൃക്ഷങ്ങളെ മാറ്റുവാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മതി എന്ന അർത്ഥം. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ. അങ്ങനെ നമുക്കവരെ സഹായിക്കാൻ സാധിക്കും. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അധികാരം തന്നിട്ടുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. അപ്പോൾ രോഗികളെ സുഖപ്പെടുത്താനേ, പിശാചുക്കൾ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പിശാചിനെ പുറത്താക്കുവാൻ അധികാരം തന്നിട്ടുണ്ട്. നമുക്കുള്ള അധികാരത്തെ നമ്മൾ അറിയാതെ പോകരുത്. നമുക്ക് ചില അധികാരങ്ങൾ ദൈവം തന്നപ്പോൾ ആ അധികാരം പ്രയോഗിക്കണം. നമുക്ക് ആ അധികാരം കിട്ടിയിട്ടില്ലെന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് ഈ അധികാരം കിട്ടിയിട്ടുണ്ട്, അത് പ്രയോഗിക്കാൻ നമ്മൾ മടിക്കരുത്. അത് നമുക്ക് കിട്ടിയ അധികാരമാണ്. അത് തന്നിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല എല്ലാവർക്ക്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗം മാറും. അങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ അധികാരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്നിപ്പോൾ ചുരുക്കം. പൗലോസ് പോലെ ഇപ്പോൾ കൊറിന്ത്യക്കാരോട് പ്രാർത്ഥന യാചിക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. 2-3 പേര് ഒന്നിച്ച് ഐക്യമത്യത്തോട് പ്രാർത്ഥിച്ചാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും, ഞാൻ ആ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഐക്യപ്പെട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് വേഗം ഉത്തരം തരും. 2-3 പേര് കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ വാക്യമാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്ന് വെച്ചാൽ ഈ കുടുംബ പ്രാർത്ഥന മാതാപിതാക്കന്മാരും മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയാണല്ലോ. ഐക്യത്തോടുകൂടി ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ വീട്ടിൻ്റെ ഒരു കാര്യമാണെങ്കിൽ, കുടുംബത്തിലെ ഒരു കാര്യമാണെങ്കിൽ ഒന്നിച്ചുള്ള ഐക്യത്തോടു കൂടി ആയിരിക്കുമല്ലോ അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം കിട്ടും. വീട്ടിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ അങ്ങോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും എന്ന് നമ്മൾ ഓർക്കണം. പ്രാർത്ഥനയെ സംബന്ധിച്ച് പൗലോസ് ഇവിടെ ഒരു സൂചന ഇവിടെ തന്നിട്ടുണ്ട്. 2 കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിച്ചു. 1 അപേക്ഷകൾ, 2 കൃതജ്ഞതാ സ്തോത്രം. അപേക്ഷകളോടും കൃതജ്ഞതാ സ്തോത്രത്തോടും പ്രാർത്ഥനകളെ അർപ്പിക്കാനാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 50:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലി, അത്യുന്നതനുള്ള നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റുക. സങ്കീർത്തനം 92:1 പറയുന്നു, അത്യുന്നതനായ കർത്താവേ, അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. 2 കാര്യങ്ങളാണ് പൗലോസ് എടുത്ത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 1 നമ്മൾ അപേക്ഷ കൊടുക്കണം, പ്രാർത്ഥിക്കണം, നമ്മുടെ യാചനകളൊക്കെ പറയണം. 2 കൃതജ്ഞത അർപ്പിക്കണം എന്ന് ചുരുക്കം. ഭക്ഷണത്തിന് മുമ്പ് പോലും കൃതജ്ഞത അർപ്പിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ
പ്രാർത്ഥനയുടെ 2 ഭാഗങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പറയണം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ മനോവേദനകളെല്ലാം കർത്താവിനോട് പറയാം. തുറന്ന് എല്ലാം പറയാമല്ലോ, അങ്ങനെ അങ്ങ് പറയണം. കർത്താവ് അതിനെല്ലാം ഉത്തരമരുളും. കൃതജ്ഞത അർപ്പിക്കണമെന്നുള്ളതൊരു വലിയ നല്ല സ്വഭാവം തന്നെയാണെന്ന് ഓർക്കണം. ഒരിക്കലും ഒരു 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുരോഹിതൻ്റെ അടുത്തേക്ക് പോയി നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. അവർ പോയി. 10 പേര് സുഖപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പോയ വഴിക്ക് സുഖപ്പെട്ടു, അവരങ്ങ് പോയി പുരോഹിതന് കാണിച്ചു കൊടുത്ത് കാണും. പക്ഷെ ഒരാൾ, സമറിയക്കാരനായിരുന്നു അയാൾ, തിരിച്ചിങ്ങ് വന്നു. യേശുവിൻ്റെ അടുത്ത് വന്ന് കാൽക്കൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് നന്ദി പറഞ്ഞു. കർത്താവ് ഒരു ചോദ്യം, 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേർ എവിടെ? അതാണ് കൃതജ്ഞത അർപ്പിക്കണമെന്നുള്ളതിൻ്റെ പ്രാധാന്യം. കൃതജ്ഞത നമ്മുടെ ജീവിതത്തിൽ ഏത് നിസ്സാരമെന്ന് വിചാരിക്കുന്നതും കർത്താവ് തന്നിട്ടല്ലേ കിട്ടുന്നത്. അവൻ തരാതിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നോ? നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഓർക്കണം. എഫേസോസ് 5:20 ഞാൻ പറയാം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അതുപോലെ തന്നെ പൗലോസ് ഫിലിപ്പിയ ലേഖനം 6-7 പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവീൻ. അപ്പോൾ എല്ലാ സമാധാനത്തെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മുടെ ചിന്താഭാരങ്ങൾ ധാരാളമുണ്ട്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്ന് എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വന്ന് വിഷമിച്ച് അതെങ്ങനെ ഉത്തരം കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ നടക്കുന്നത്. ഭാരപ്പെടേണ്ട, ആകുലരാകേണ്ട. ഒരു കാര്യം അങ്ങ് ചെയ്തോളാനാണ് പറഞ്ഞത്. നമ്മുടെ അപേക്ഷകളും കൃതജ്ഞതാസ്തോത്രങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് അർപ്പിക്കണം. നമുക്ക് സമാധാനം കിട്ടും. ഏത് ധാരണയും അതിലംഘിക്കുന്ന സമാധാനമാണ് കിട്ടുന്നത്. അത് നമ്മൾ ഓർത്തോണം. ചെറിയതല്ല, അതിലംഘിക്കുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ കിട്ടും. സാധാരണഗതിയിൽ സമാധാനം എന്ന് പറഞ്ഞ് കിട്ടാൻ പ്രയാസമുള്ളതാണ്. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മളിലേക്ക് സമാധാനം അയക്കും. 12 ഞാൻ വായിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടിയ പ്രവർത്തിച്ചതെന്ന് എടുത്തു പറയുകയാണ്. വിശുദ്ധി എന്നും പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ലൗകികമായ ജ്ഞാനങ്ങൾ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. അങ്ങനെ ഞങ്ങൾ പരമാർത്ഥതയോടുകൂടിയാണ് നിങ്ങളുടെ ഇടയിൽ പെരുമാറിയത് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മൾ വിശുദ്ധിയുള്ളവരാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. നമ്മൾ വിശുദ്ധമായ ഒരു ജനമാണ്. പൗലോസിലൂടെ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് വിശുദ്ധവും പരമാർത്ഥതയോടും കൂടിയാണ് പെരുമാറിയത് എന്ന് നിങ്ങൾ ഓർക്കണം. അതിനോട് ചേർന്നൊരു വാചകം പറയുന്നു, അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. ഭൗതികമായ ജ്ഞാനത്താലല്ല ഞങ്ങൾക്കത് സാധിച്ചത്, ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചതാണ്. ഈ ഭൗതിക ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് യാക്കോബ് അപ്പസ്തോലൻ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം 13 മുതൽ 17 വരെ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ
തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥത ഇല്ലാത്തതോ അല്ല. അതാണ് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭൗതികമായ ജ്ഞാനം കൊണ്ടല്ല, പിന്നെയോ വിശുദ്ധിയോടും പരമാർത്ഥതയോടും കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഞങ്ങൾക്കതൊക്കെ സാധിച്ചത് ഞങ്ങൾ ദൈവകൃപയാലാണ് അതൊക്കെ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. 12 അവസാന ഭാഗമാണ് ദൈവകൃപയാലാണ് നമുക്ക് സാധിച്ചത്. ദൈവകൃപയെക്കുറിച്ച് അതിൻ്റെ ചില സവിശേഷതകൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ കൃപ അത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. എന്തെന്നാൽ സങ്കീർത്തനത്തിൽ പറയുകയാണ്, സങ്കീർത്തനം 84:11 ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുന്നില്ല. പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ദൈവകൃപയെന്ന് പറയുന്നത് അത് ശുശ്രൂഷിക്കാനുള്ള ശക്തി നമുക്ക് തരുന്നതാണ്. ലളിതമായ ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. പിന്നീട് അത് താഴ്മയുള്ളവർക്കുള്ളൊരു വാഗ്ദാനമാണ് എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് തരാമെന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ കൃപയെന്ന് പറയുന്നത്. 1 പത്രോസ് 5:5 പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. കണ്ടോ, കൃപ നൽകുന്നത് വിനയമുള്ളവർക്കാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷ കൃപയാലാണ്. റോമർ 3:24 എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പം കൃപ നമുക്ക് വേണം. പൗലോസിനോട് യേശു കർത്താവ് ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊരിന്ത്യരിൽ 12:9 ഇനി ഞാൻ 20 വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാൻ പോവുകയാണ്. 20 വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ എന്ന് പറയുന്നത്. ആമേൻ എന്നുള്ള വാക്ക് അത് ശരി, അതെ എന്നാണ്. പൗലോസിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് ഒരു ചെറിയ ആരോപണമുണ്ട്. പൗലോസ് പല വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യും, പക്ഷേ ഒന്നും നടപ്പാക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ഒരു മറുപടിയാണ് പൗലോസിനോട് പറയുന്നത്. അങ്ങനെയല്ല, പൗലോസ് പറഞ്ഞതൊക്കെ ചെയ്തു. പൗലോസ് പറയുന്നത്, ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല, വെറുതെ മറ്റുള്ളവരെ സ്തുതിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ പറഞ്ഞത് തന്നെ പറഞ്ഞതുപോലെ ചെയ്യും. യേശുക്രിസ്തുവിനെക്കുറിച്ച് സൂചിപ്പിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ക്രിസ്തു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ, അല്ല എന്ന് പറഞ്ഞാൽ അല്ല, ഒന്നിൽ അത് അല്ലെങ്കിൽ അല്ല. അതേന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്ന് തന്നെയാണ്. തരാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരാതിരിക്കുവോ? തരും. മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലേ എങ്കിൽ തരാതിരിക്കുവോ സ്വർഗസ്ഥനായ പിതാവ്? ഇങ്ങനെയൊക്കെയല്ലേ കർത്താവ് ചോദിച്ച്. തരാം എന്നൊരു വാക്കുണ്ടെങ്കിൽ തരുക തന്നെ ചെയ്യും. അതേ എന്ന് പറഞ്ഞാൽ അതേ എന്ന് തന്നെ, അതിന് മാറ്റമില്ല. അതുപോലെ ഞങ്ങളും പ്രവർത്തിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അതേ എന്ന് തന്നെ. ദൈവ വിശ്വസ്തനാണ് എന്ന് പറയാനതിൻ്റെ അർത്ഥം ഒരു ശബ്ദമായ ഒരു കാര്യം ആ വാചകത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ദൈവം വിശ്വസ്തനാണ്. ഒരു ശബ്ദത്തോടുകൂടി ഒരു കാര്യം പറയുമ്പോൾ ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷ്യമാണ് എന്നങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അത് ശബ്ദം പറയുന്നതിൻ്റെ ഒരു പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, ഞാൻ ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്.
ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വഴിയിലാണ് എല്ലാം അതേകൾ പൂർത്തിയാകുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ആ പൂർത്തീകരിച്ച് കഴിഞ്ഞു, അതിൻ്റെ ഫലങ്ങൾ നമ്മളെല്ലാം പ്രാപിച്ചുകൊണ്ടേയിരിക്കുക. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആമേൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഹീബ്രു വാക്കാണ്. അതിൻ്റെ അർത്ഥം തന്നെ അതേ എന്ന് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മളെ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ദൈവം നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ വെളിപ്പെടുത്താൻ കാരണം ദൈവികമായ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃപ എന്തുവാണേലും നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒന്നും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. എല്ലാം ദൈവത്തിൻ്റെ ശക്തി തന്നെ. ഞാൻ 22-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് അതിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു വാചകമാണത്. 3 കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന്. ഒന്ന്, മുദ്ര പതിപ്പിക്കുന്നു. മുദ്ര പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടിമകളെ എൻ്റെയാണെന്ന് യജമാനനെ വരുത്താൻ വേണ്ടി ഒരു മുദ്ര പതിപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഈ കാളകൾക്കൊക്കെ ഇങ്ങനെ മുദ്ര അടിക്കുന്ന ഒരു പതിവ് ഉണ്ടല്ലോ. എൻ്റേതാണെന്ന് പറയാനാണ് മുദ്ര പതിപ്പിക്കുന്നത്. അടിമകൾക്കൊക്കെ അങ്ങനെ ചെയ്യും. ആ വാക്കാണ് ഇവിടെ സീൽ, SEAL, സീൽ എന്നുള്ള ഒരർത്ഥം. മുദ്ര പതിപ്പിക്കുന്നു. എപ്പോൾ? വിശ്വസിച്ച് കഴിയുമ്പോൾ ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊരു മുദ്ര. അതാണ്. എപ്പോഴാണത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, പ്രായോഗികമായിട്ട് പറഞ്ഞാൽ മാമോദീസ വഴിയാണ്, ജ്ഞാനസ്നാനം വഴിയാണ്. എപ്പോഴാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്? വിശ്വാസത്താൽ സ്നാനം ഏൽക്കണം. അപ്പോൾ ഇവൻ എൻ്റെ മകനാണെന്നൊരു മുദ്ര പതിക്കും. പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെടുന്നു എന്നാണ്. ഷണ്ഡൻ്റെ ഒരു കാര്യം നമുക്കറിയാം. ഷണ്ഡൻ കൽദാക്കയുടെ എത്യോപ്യക്കാരനാണ്. അദ്ദേഹം ജെറുസലേമിൽ ആരാധിക്കാൻ വന്നിട്ട് രഥത്തിൽ തിരിച്ചു പോകുമ്പോൾ പീലിപ്പോസിനോട് ദൈവദൂതൻ പറഞ്ഞു, നീ പോയി രഥത്തിൻ്റെ അടുത്തേക്ക് ചെല്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഈ ഷണ്ഡന് യേശയ്യായുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാകുന്നില്ല. ഷണ്ഡൻ പറഞ്ഞു പീലിപ്പോസിനോട് കയറിയിരിക്കുക, ഇതൊക്കെ എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. പീലിപ്പോസ് കയറിയിരുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണല്ലോ അത്. പീലിപ്പോസ് കയറിയിരുന്ന് യേശയ്യായുടെ ആ വായിച്ച ഭാഗം തുടങ്ങി എല്ലാം, യേശുവിൻ്റെ പീഡാനുഭവം, മരണം, പുനരുത്ഥാനം എല്ലാം അങ്ങോട്ട് വ്യാഖ്യാനിച്ച, പഴയ നിയമത്തിൽ നിന്ന് എല്ലാം വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തു. അവസാനം അദ്ദേഹം ചോദിക്കുക, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സം? എന്നെ സ്നാനപ്പെടുത്താവോ? സ്നാനത്തെക്കുറിച്ചും പീലിപ്പോസ് പഠിപ്പിച്ച് കാണും. അപ്പോൾ പീലിപ്പോസ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടാം. അപ്പോൾ പീലിപ്പോസ് സ്നാനപ്പെടുത്തി. പിന്നെ പീലിപ്പോസ് അപ്രത്യക്ഷമായി. അത് അങ്ങനൊരു കാര്യം. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഷണ്ഡൻ എൻ്റെ പുത്രനാണെന്ന് ദൈവം മുദ്ര കുത്തി. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു അച്ചാരം തരുന്നു. പ്ലഡ്ജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആ അച്ചാരം തരുന്നതിന് അരാബോൺ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക്. അതിൻ്റെ അർത്ഥം ഒരു അച്ചാരം തരിക. നമുക്കറിയാം, വസ്തു വിൽക്കുന്നതിനൊക്കെ വിൽക്കുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കും. അഡ്വാൻസ്. അപ്പോൾ അതിനാണ് നമ്മൾ അച്ചാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു പൂർണ്ണത കിട്ടുന്നതിന് മുമ്പ് ഇപ്പം കിട്ടിയിരിക്കുന്നതാണ് അച്ചാരം. എന്താ കിട്ടിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നു. മറ്റ് പൂർണ്ണമായതുകൾ കിട്ടും. അതിന് അടിസ്ഥാനമായ ചില വാക്യങ്ങൾ. മൂന്നാമത്തേത്, മിശിഹായുടെ ദാനത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അച്ചാരത്തിൻ്റെ കാര്യം ഞാനൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. പുത്രലബ്ധി പൂർണ്ണത ലഭിക്കുവാൻ നമ്മുടെ ഹൃദയം ആന്തരികമായിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി, അച്ചാരമായിട്ട് കിട്ടി. ആസ് എ പ്ലഡ്ജ് നമുക്കിപ്പം കിട്ടിയിരിക്കുക. പൂർണ്ണത കിട്ടും. അത് നമ്മൾ ആകാംക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് 3 കാര്യങ്ങൾ. ഒന്ന് മുദ്ര, രണ്ടാമത് ഈ പ്ലഡ്ജ് അച്ചാരം, മൂന്നാമത് അതിൻ്റെ പരിപൂർണത. അത് നമുക്ക് അവസാനം ലഭിക്കുകയും ചെയ്യും. ഇനി ഞാൻ 24-ാമത്തെ വാക്യം കൊണ്ട് വായിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം പുലർത്തുന്നില്ല. നിങ്ങൾ വിശ്വാസ സ്ഥിരതയുള്ളവരായതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോടൊത്ത് ജോലി ചെയ്യുന്നു.
നിങ്ങളുടെ മേൽ ഞങ്ങൾ ആധിപത്യം പുലർത്തുന്നില്ല എന്ന് പറയാൻ കാരണം, പൗലോസ് വലിയ ആധിപത്യമൊക്കെ പുലർത്തി ഞങ്ങളുടെ മേൽ ഭരിക്കുന്നെന്നൊക്കെ കൊറിന്തോസുകാർക്ക് ഒരു പരാതിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ മേൽ ആധിപത്യമൊന്നും നടത്തുന്നില്ല. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എല്ലാത്തിൻ്റെയും കർത്താവ്, ഞങ്ങളൊക്കെ വെറും ശുശ്രൂഷകരാണ് എന്ന് പൗലോസോട് പറയുകയാണ്. ഞങ്ങൾ ആധിപത്യമൊന്നും നടത്തുന്നില്ല. പിന്നീട് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. സന്തോഷത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നൊരു കാര്യം, യേശുക്രിസ്തു നമ്മൾ സന്തോഷമുള്ളവരായിരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? സന്തോഷമുള്ളവരാകാനാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 10 വാക്യം 10ഉം 11ഉം വാക്യം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ അതേ സന്തോഷം നമുക്കുണ്ടാകണം, അത് നമ്മളിൽ കുടികൊള്ളണം. അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ല നമ്മൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കാനല്ല. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 4:4 പൗലോസ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവീൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവീൻ. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ അധികാരമൊന്നും ഞങ്ങൾ ഏൽക്കുകയല്ല, അധികാരം അങ്ങനെ അടിച്ചെന്നും നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്നില്ല, ഞങ്ങൾ ശുശ്രൂഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 20:27 യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കണം. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷകനായിട്ട് ദാസനായിട്ട് പ്രവർത്തിച്ചതേ ഉള്ളൂ, അല്ല അധികാരമൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. 1-ാമത്തെ അധ്യായം നമുക്കിവിടെ നിർത്താം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ധ്യാനത്തിൽ നമുക്ക് 2-ാമത്തെ അധ്യായം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിച്ചത് പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കത്തിന് ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. 2 പൗലോസിൻ്റെ സുവിശേഷ വേലകളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സമാധാനം നമുക്കുണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഏതൊരു വിശ്വാസിക്കും തന്നിരിക്കുന്ന 3 പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. അത് ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കാനുള്ള വിഷയമാണ്, പക്ഷേ നമ്മൾ ചുരുക്കമായിട്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു. 1, ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളൊരു മുദ്ര വിശ്വാസത്താൽ സ്നാനപ്പെടുമ്പോൾ ലഭിക്കുന്നതാണ്. മുദ്ര കുത്തപ്പെടുന്നു, ആചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. 3-ാമത് അതിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കും. അതിൽ നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്ന് നമുക്ക് സമാധാനവും സന്തോഷവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. ആത്മനിറവിൽ നമുക്ക് ജീവിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.